ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന പെരുമ്പാവൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഇന്നലെ താമസിച്ച പെരുമ്പാവൂർ PWD റെസ്റ്റ് ഹൗസാണ് എനിക്ക് പുറകിൽ കാണുന്നത്. കൊതുകില്ല, അതുപോലെ രാത്രി നന്നായി ഉറങ്ങി. ഇന്നലെ പോയ ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രം പകൽ വെളിച്ചത്തിലൊന്ന് കാണാനാണ് ഇന്നത്തെ യാത്ര. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ കോതമംഗലം റോഡിലേക്ക് പോയാൽ പ്രധാന സ്റ്റോപ്പിലെത്താം. ഇരിങ്ങോൾ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള നടത്തത്തിലാണ് ഞാൻ. പരശുരാമൻ പ്രതിഷ്ഠിച്ച ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം. ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. ഉപദൈവങ്ങളുടെ പ്രതിഷ്ഠ ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടുത്തെ സസ്യജാലങ്ങൾ ദേവഗണങ്ങളും ഉപദൈവങ്ങളുമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് മരങ്ങൾ മുറിക്കാനോ പുറത്തേക്ക് കൊണ്ടുപോകാനോ പാടില്ല. ആയുസ്സെത്തിയ മരങ്ങൾ ഇവിടെ തന്നെ വീണ് അടിഞ്ഞ് മണ്ണോട് ചേരുന്നു. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇരിങ്ങോൾ കാവിൻ്റെ ഈ കാവിൻ്റെ പറമ്പ്. ഏതാണ്ട് 55 ഏക്കർ കൊടുങ്കാടാണ്. ഈ വശത്തിലെല്ലാം കൊടുങ്കാടാണ്. സൂര്യപ്രകാശം പോലും മടിച്ചാണ് ഈ കാട്ടിനുള്ളിലേക്ക് കടന്നു വരുന്നത്. അത്രയും നിബിഡമായ കാടാണ്. 55 ഏക്കറിൽ പരന്നു കിടക്കുന്ന ക്ഷേത്ര പറമ്പ്. അത്യപൂർവമായ മരങ്ങൾ ഈ കാട്ടിനുള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വൻമരങ്ങൾ വീണ് അടിഞ്ഞിട്ട് കാണാം. ഈ ഇവിടെ നിന്ന് വീണ് നശിച്ച് അടിഞ്ഞ് ചീഞ്ഞു പോകുക എന്നല്ലാതെ ഇവിടുന്ന് ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഇവിടെയുള്ള ഓരോ മരങ്ങൾക്കും ദേവാംശമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് വിശ്വാസം. അതുകൊണ്ട് നമുക്ക് കാണാം മരങ്ങളൊക്കെ വീണ് ചീഞ്ഞു പോകുന്നത്. പ്രായപൂർത്തിയായാൽ അതിൻ്റെ ആയുസ് തീർന്നാൽ സ്വന്തമായി വീണ് അടിഞ്ഞു പോവുക. അതല്ലാതെ ഇത് മുറിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പറ്റില്ല. ഇതുണ്ടാവും ചില ഭാഗങ്ങളിൽ ഒരു തരി പോലും വെളിച്ചമില്ല. കൊടുങ്കാടാണ്. ഉൾവശം കാണാൻ പോലും പറ്റുന്നത്. ഈ കാവിന് ചുറ്റും മതിലൊന്നും കാണാനില്ല. വേണമെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ആളുകൾക്ക് ഉള്ളിലേക്ക് കടക്കാം. ഇങ്ങനെയൊന്നും ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. വലിയ സംരക്ഷിത വനങ്ങൾ നമ്മൾ കണ്ണാം ഫോറസ്റ്റ്. എന്നാലും അത് റോഡ് സൈഡിലൊക്കെ ഇത്രയും ഡീപ്പ് അല്ലെങ്കിൽ ഡെൻസ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അതിലും ഭയങ്കരമാണ്. അടിക്കാട് ഭയങ്കര. ഇവിടുത്തെ ദേവി കന്യകയായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ അർച്ചനക്കായി പൂക്കളോ അതുപോലെ സുഗന്ധ ദ്രവ്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. രാമായണ പാരായണം, കെട്ടുനിറ, കല്യാണം എന്നീ ചടങ്ങുകളൊന്നും ഇവിടെ നടക്കാറില്ല. നിഴലും വെളിച്ചവും കൂടിയാട്ടം നടത്തുന്ന അപൂർവമായ കാഴ്ച ഈ കാവിനുള്ളിൽ നമുക്ക് കാണാനാകും. തലയിൽ പൂവ് ചൂടി വന്നാൽ ഇവിടെ പ്രവേശനം ലഭിക്കുകയില്ല എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ഉത്സവത്തിന് പിടിയാനകളെ മാത്രമേ ഇവിടെ ഉപയോഗിക്കുകയുള്ളൂ. ക്ഷേത്രത്തിന് മുകൾ വശത്ത് മാത്രമാണ് തുറന്ന ആകാശം കണ്ടത്. ബാക്കി എല്ലായിടത്തും മരങ്ങളാണ്, മരത്തിന്റെ ശിഖരങ്ങൾ. ദേവസങ്കല്പത്തിലുള്ള ഈ മരങ്ങളെല്ലാം ഭഗവതിയുടെ സംരക്ഷകരായിട്ടാണ് കണക്കാക്കി പോരുന്നത്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അംശം പോലും ഈ കൊടുങ്കാടിനുള്ളിൽ ഉണ്ട് എന്നാണ് വിശ്വാസം. ശർക്കരയാണ് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട്. 70ഓളം ഇനത്തിൽപ്പെട്ട പക്ഷികളും 150ഓളം ഇനത്തിൽപ്പെട്ട വൃക്ഷലതാദികളും ഈ കാവിൽ ഉണ്ടെന്നതാണ് കണക്ക്. ഈ കാവിനുള്ളിലെ വിജനമായ ഒറ്റയടിപ്പാതയിലൂടെ നടക്കുമ്പോൾ ഇത്തരം പക്ഷികളുടെ മിണ്ടലും പറച്ചലും നമുക്ക് കേൾക്കാനാവും. ആയുസ്സൊടുങ്ങി ജീർണിച്ചു തുടങ്ങിയ ഒരു വൻമരത്തിന്റെ കാഴ്ചയാണ് ഇത്. നല്ല തടിച്ച ഒരു വള്ളിച്ചെടി വീഴാതെ അതിനെ താങ്ങി നിർത്തുന്നതും കാണാം. ഞായറാഴ്ച ആയതിനാലും രാവിലെ ആയതിനാലും ഒട്ടേറെ ആളുകൾ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വന്നുപോകുന്നു. അതിനാൽ വഴിയിലെ നിഴലുകൾക്ക് ഭയപ്പാടിൻ്റെ രൂപങ്ങളില്ല. തീർത്ഥക്കുളം നല്ല പ്രസന്നതയോടെയാണ് ഇന്ന് കാണുന്നത്. ഇന്നലെ കണ്ട സ്വർണ്ണവർണ്ണ മത്സ്യത്തെ ഇന്നെങ്ങും കാണാനില്ല. ദേവദീപ്തിയിൽ മൗനമായി തപസ്സിരിക്കുന്ന വാത്മീകങ്ങൾ. ഇന്നലെ സന്ധ്യാനേരത്ത് ക്ഷേത്രത്തിൽ മുഴങ്ങിക്കേട്ട ശംഖനാദത്തിന് ഒരു വല്ലാത്ത പ്രത്യേകതയുള്ളതായി തോന്നി. ദേവി 3 ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നൽകുന്നത്. രാവിലെ സരസ്വതിയായും
ഉച്ചയ്ക്ക് വനദേവതയായും രാത്രി ഭദ്രകാളിയായും ദേവി രൂപം മാറുന്നു. ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം സാത്വിക ഭാവത്തിലാണ്. ഇവിടെ നോക്കിയാലും കാടാണ്. ഇത്ര വലിയ കാടാണെങ്കിലും ഇവിടെയൊന്നും ഇഴജന്തുക്കളില്ല എന്നാണ് പറയുന്നത്. അതൊരു അത്ഭുതമാണ്, അത്ഭുത പ്രതിഭാസമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.